എക്സ്ക്യൂസ് മീ, ദേശായി സാറുണ്ടോ? നിങ്ങള്? ഞാൻ ഓഫീസിൽ നിന്ന് വരുമായിരുന്നു. സാറിന്റെ ഒരു സൈൻ വേണമായിരുന്നു. സോറി മാഡം, അദ്ദേഹം ഫാമിലിയോടൊപ്പമാണ്. ഇന്നെന്തായാലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. ഇനിയും എത്ര സമയം എടുക്കും? പാർട്ടി നടക്കുക, അത് കഴിയാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാമോ? എത്രയും പെട്ടെന്ന് തന്നെ രാമന്റെ കല്യാണം കാണും. അത് പിന്നെ ഒരു 2 കാര്യം കൂടി. അത് മോളെ ഭാർഗവി, ഇത് നീയുമായി ബന്ധമുള്ള കാര്യ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാർഗവിയാണ് ഈ വീടിന്റെ വലിയ ശക്തി. അവളില്ലെങ്കിൽ ഇവിടെ ഒരു പണിയും നടക്കില്ല. വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളും വീഴ്ചയില്ലാതെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അവള് ഒരു ജോലിയായിട്ടൊന്നും കാണുന്നില്ല. ഒറ്റയ്ക്ക് തന്നെ ഒരു കാര്യത്തിലും അവളൊരു പരാതിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ മനസ്സ് പറയുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ. അവൾക്കൊരു കുടുംബമുണ്ട്, ജീവിതമുണ്ട്. അതുകൊണ്ട് മറ്റു ബാധ്യതകളിൽ നിന്നും അവൾക്കൊരു മുക്തി കൊടുക്കണം. ഈ ഒരു നിമിഷം മുതൽ അവളുടെ ബാധ്യതകളിൽ നിന്നും ഓഫീസ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. ഇനി മുതൽ ശ്രീരാമനാണ് അതിന്റെ എല്ലാത്തിന്റെയും ചുമതല. ഈ നിമിഷം മുതൽ രാമനെ ഞാൻ എന്റെ കമ്പനി MD ആയി നിയമിക്കുന്നു. കൺഗ്രാറ്റ്സ് റാം. മുത്തശ്ശ, പാവം ഭാർഗവി എന്തൊക്കെ ഭാരം സഹിക്കണം. ഇനി അവളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഇതേ ഞാൻ നിനക്ക് തരുന്നൊരു ഗിഫ്റ്റാ. ഭക്ഷണം തയ്യാറായി കാണും. സിദ്ധയ്യ, എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. ശരി മാ. ഇതെന്ത് തീരുമാനമാ മുത്തശ്ശ? ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആൻഡ് മോറോവർ ഐ കാൻറ്റ് സ്റ്റേ ഹിയർ. എന്തുകൊണ്ട്? എന്താ ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം? ഇതൊക്കെ പിന്നെ ആർക്കാ? ഞാനും അവനോട് കുറെ പറഞ്ഞതാണച്ച, പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് വാശി അവന്. ഞാനും നിൽക്കില്ല. ദേശായി സാറിനെ കാണാൻ ഓഫീസിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. സാർ ഇന്ന് മോന്റെ ബർത്ത്ഡേ ആയിട്ട് ലേശം തിരക്കിലാണ്. അവരോട് നാളെ വരാൻ പറ. ഓക്കെ മാഡം, എല്ലാരും ബർത്ത്ഡേ സെലിബ്രേഷനിലാ ഉള്ളത്. ഇന്ന് എന്തായാലും കാണാൻ പറ്റില്ല, നാളെ വരാൻ പറഞ്ഞു. നാളെയോ? മാഡം, ഇന്നെന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ കേക്ക് കൊണ്ടുവരുന്നു നോക്കി ഇരിക്കുകയാണ് അവള്. ഒരൊറ്റ സൈൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. പറയുന്നൊന്നും മനസ്സിലാക്കും മാഡം, ഇന്ന് എന്തായാലും അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അവന് വേണ്ടാത്ത ഈ സ്വത്തൊന്നും എനിക്കും വേണ്ട, ഭാർഗവിക്കും വേണ്ട. ഞാൻ വല്ല അനാഥാലയത്തിനും എഴുതി കൊടുത്തേക്കാം. ഇനി എന്നെ ആരും കാണില്ല. പോവാ. റാം, ഈ നാടകമൊന്നും മതിയാക്ക്. ഇതൊന്നും എനിക്ക് ഐ റിയലി കാണ്ട്. ഇതെന്റെ നാടകമൊന്നും അല്ല രാമ, നിന്റെ കടമയാണെന്ന് ഓർത്തോ. മുത്തശ്ശ പ്ലീസ്. മേമേ പ്ലീസ്, അദ്ദേഹത്തോട് നിങ്ങളെങ്കിലും പറ പ്ലീസ്. അടങ്ങിയിരിക്ക. അച്ഛൻ പറഞ്ഞ അത് കൽപ്പനയാണ്. ഇന്നു മുതല് നീയാ നമ്മുടെ ഓഫീസ് MD. നീ ഓഫീസ് നോക്ക്, ഞാൻ നിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് നോക്കാം. മേമ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ റാം? അല്ല, നിനക്ക് നിന്റെ കല്യാണത്തെ പറ്റി യാതൊരുവിധ കാഴ്ചപ്പാടും ഇല്ലേ? Pathetic. Unbelievable. റാം, റാം, വരുന്നതിന് മുമ്പ് ഞാൻ മാത്രമാണ് നിന്നോട് ഇത് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ നിന്റെ മേമ, അപ്പൂപ്പൻ എല്ലാവരും നിന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം നല്ലതിനാടാ, നീ സമ്മതിക്ക്. ഒന്ന് മിണ്ടാതിരിക്കാവോ? റാം, റാം. മാഡം, വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഫയൽ കൊണ്ടുപോയി സൈൻ. നോക്ക്, ദേന്റെ മോളാ വിളിക്കുന്നത്. ഞാൻ ഇനിയും വൈകിയ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും. എന്തെങ്കിലും ചെയ്ത് സൈൻ വാങ്ങി തരാൻ പറ്റുമോ മാഡം, പ്ലീസ്?
സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ പ്രണയതന്ത്രി നീട്ടുവാനെൻ പ്രാണനിൽ സീതാരാമ ഓ സീതാരാമ ചതിയാണിത്. വീണ്ടും നിങ്ങൾ എന്നെ വഞ്ചിച്ചിരിക്കുകയാണ് റാം. നിന്റെ മുത്തച്ഛൻ ചെയ്തത് ചതി, നിന്റെ അച്ഛൻ ചെയ്തത് ചതി, നിന്റെ അമ്മ എന്നോട് ചെയ്തത് ചതി. ഇപ്പോ എനിക്ക് നിന്റെ അടുത്ത് നിന്നും കിട്ടുന്നതും ചതിയാണടാ. അന്നുണ്ടല്ലോ നിന്റെ അമ്മ ശ്രീവാണിയില്ലേ ഈ വീട്ടിലേക്ക് ഒരു പുതുമണവാട്ടിയായി വന്നപ്പോ ഞാനത് സഹിച്ചു. പക്ഷെ ഇന്ന് അതെനിക്ക് പറ്റുന്നില്ല രാമ. എനിക്കുണ്ടല്ലോ ബുദ്ധി ലേശം കുറവാണ്. നിന്റെ മുത്തച്ഛനുണ്ടല്ലോ ഭാർഗവിയാണ് ഈ വീടിന്റെ ശ്വാസം, ഭാർഗവിയാണ് ഈ വീടിന്റെ ശ്വാസം എന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ അങ്ങ് കൊമ്പത്ത് കയറ്റിവെച്ചു. എന്നിട്ട് എന്നോട് ചെയ്തതെന്താ? ഞാൻ എന്റെ ഈ ജന്മം കൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത പ്രണയത്തിന് പകരം എനിക്ക് കിട്ടിയത് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു ഭർത്താവിനെ മാത്രം. അന്നൊക്കെ നിന്റെ ഈ മുത്തച്ഛൻ എന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, ഭാർഗവി നീയുണ്ടല്ലോ, നീ എന്റെ സ്വന്തം മോളാണ്, നിന്നെ ഞാൻ കരയാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഴിവ് കെട്ട ജീവനുള്ളൊരു ശവമായ വിശ്വയെ പോലുള്ള ഒരുത്തന്റെ ഭാര്യയായി ഒതുക്കി എന്റെ പ്രണയവും തകർത്തു, എന്റെ സമാധാനവും നശിച്ചു. ഇനി വിദ്വേഷം മാത്രമേ ബാക്കിയുള്ളൂ. നീ നിന്റെ അമ്മയുടെ പ്രതിരൂപമായി എന്റെ മുന്നിൽ വന്ന് നിന്നാൽ നിന്നെ ഞാൻ അവളെ വെറുത്ത പോലെ തന്നെ വെറുക്കും രാമ. അതിനാടാ എന്റെ സകല കൽപ്പനകളും അനുസരിക്കുന്നവനായി നിന്നെ ഞാൻ എന്റെ മകനെ പോലെ തന്നെ വളർത്തിയത്. ഈ വീടിന്റെ അധികാരം എനിക്ക് വേണം രാമ. പക്ഷെ ആ കിളവൻ അതെടുത്ത് നിന്റെ കയ്യിൽ വച്ച് തന്നിരിക്കുന്നു. അന്ന് എന്നോട് കാണിച്ച ചതിക്ക് നീ ഇന്നും എന്റെ മുമ്പിൽ ഒരു അടിമയെ പോലെ തല കുനിച്ച് നിൽക്കൂ രാമ. ഒരിക്കലും ഈ ഞാൻ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്നും തന്നെ നിനക്ക് വിട്ടുതരില്ല. സർ, നിങ്ങളെങ്കിലും ഒന്ന് പറ പ്ലീസ്. ഞാനിവിടെ ആരുടെയും സമയമൊന്നും കളയാൻ വന്നതല്ല. എനിക്ക് കിട്ടിയൊരു ജോലി കൃത്യമായി ചെയ്യാൻ വന്നതാ. ഈ ഫയലിൽ എനിക്ക് ഒരേ ഒരു ഒപ്പ് മതി. ഇവർ പറയുന്നു അത് കഴിയില്ലെന്ന്. പ്ലീസ് റിലാക്സ്, കാം ഡൗൺ. ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് സർ. ഇന്ന് ഇവിടുത്തെ മോന്റെ ബർത്ത്ഡേ എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്റെ മോൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സർ. അവൾക്ക് 5 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നെ അവള് കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ടില്ലെങ്കിൽ അവളെ ശരിക്കും ഞാൻ പറ്റിച്ച പോലെ ആവില്ലേ? ഈ ഫയലിൽ ഒരൊറ്റ ഒപ്പ് കിട്ടാൻ വേണ്ടി 2 മണിക്കൂർ ട്രാഫിക്കിലൂടെയാണ് ഞാൻ വന്നത്. എന്റെ മോള് പാവം എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫയലിൽ ഇപ്പോൾ ഒരു ഒപ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ശരിയാക്കി തരാം, ഡോണ്ട് വറി. നിങ്ങൾ മേഡം, ഇദ്ദേഹം ആക്ച്വലി ഞാൻ ബോസിന് വേണ്ടപ്പെട്ട ആളാ.
ഒന്ന് വേഗം ശരിയാക്കി തരാമോ? ഇത് ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് ഷോ പോകാൻ. ആദ്യം താൻ വെള്ളം കുടിക്കേ, പിടിക്കേ. എന്റെ മോളോട് പ്രോമിസ് ചെയ്ത സമയത്ത് എന്തായാലും എനിക്ക് എത്താൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അവൾ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും എനിക്ക് വീട്ടിലെത്തണമെന്നുണ്ട്. താൻ പ്രോമിസ് ചെയ്തതിനേക്കാൾ 5 മിനിറ്റ് നേരത്തെ തന്നെ താൻ വീട്ടിലെത്തും. എന്തായാലും ഇപ്പൊ നമുക്ക് പോവാം. ഈ ഫയലിനെ കുറിച്ച് താൻ ടെൻഷൻ ആവണ്ട. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ്. താൻ അഡ്രസ് പറ. ഇല്ല, കുഴപ്പമില്ല. ഈ ഫയലിൽ ഒരു ഒപ്പ് മാത്രം വാങ്ങി തന്നാ മതി. തനിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലല്ലേ? അറ്റ്ലീസ്റ്റ് താൻ നേരത്തെ വീട്ടിലെത്തുകയാണെങ്കിൽ തന്റെ മോളെങ്കിലും ഹാപ്പി ആവില്ലേ? ഈ പറഞ്ഞത് വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരൂ. ഫയലിംഗ് ഇതാ, വരൂ പ്ലീസ്. യു ക്യാൻ ടെൽ മീ ദ അഡ്രസ്. മസ്ബലഗുഡി 2nd സ്ട്രീറ്റ് 2nd ലൈൻ. ഇനി 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം. അതെന്തായാലും നടക്കില്ല. വരൂ. മുത്തശ്ശി, ഇന്ന് സമയം മെല്ലെ മെല്ലെ പോകുന്നത്. അയ്യോടാ. മോളെ, സമയം എപ്പോഴും ഒരേപോലെയല്ലേ? അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ടൈം പ്ലീസ്, ഒന്ന് വേഗം പോ. 100 വരെ ഒന്ന് എണ്ണിക്കോ, സമയം വേഗം പോകും. ആഹാ, അത് കൊള്ളാലോ. 100 വരെ എണ്ണ സീതമ്മ വേഗം ആ, വരൂ. പറന്നു വരും. യേ! ഇതിലും ഭേദം ഞാൻ ക്യാബ് വിളിച്ചു പോകുന്നായിരുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെയും കൂട്ടി ഇവിടെ വന്നത്? ഇവിടെ ഒരു ക്യാബും കിട്ടില്ല. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്റെ മോൾ ഉറങ്ങിയിട്ടുണ്ടാവും. എന്തായാലും തനിക്കിപ്പോ 15 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തണ്ടേ? ഹാ, ഡോണ്ട് വറി. 1 to 100 കൗണ്ട് ചെയ്താൽ മതി. അതെന്തിനാ? എന്താ ഇങ്ങനെ നിൽക്കുന്നത്? വരൂ. സർ, ഇതിന് കൊടുക്കാനുള്ള പൈസയൊന്നും എന്റെ കയ്യിലില്ല. അതിന് ഞാൻ തന്നോട് പൈസ ചോദിച്ചോ? സർ, ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഡിനറി എംപ്ലോയി ആണ്. ഈ ഹെലികോപ്റ്റർ ഒക്കെ ഒരു സാധാരണ എംപ്ലോയി ആയിരിക്കാം, പക്ഷേ അമ്മ എന്ന സ്ഥാനമില്ലേ? നീ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിക്ക് മാത്രമല്ല നിന്റെ മകള് ഹാപ്പി ആവുകയുള്ളൂ. അതിന്റെ മുന്നിൽ പണത്തിന് എന്ത് സ്ഥാനം? താൻ അങ്ങോട്ട് നടന്നേ. ഇല്ല സർ, വേണ്ട. ഞാൻ ക്യാബ് വിളിച്ച് പൊക്കോളാം. നിനക്ക് മകളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടയോ? അങ്ങനെ ഒന്നുണ്ടെ കയറിക്കോ. കം. ഇനി ഈ മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ മഴവില്ല ബെൽറ്റ്. പൂമ്പോൾ ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. സീതാരാം കാം ഡൗൺ, റിലാക്സ്. ഓ സീതാരാമ. നിനക്ക് പേടിയുണ്ടോ? ആ, ആ, ഫസ്റ്റ് ടൈം ആണോ? ഹാ, ഞാൻ ഹെലികോപ്റ്ററിലെ ഫസ്റ്റ് ടൈമാ. ബോസിന്റെ വീട് ഇങ്ങനെ കാണുന്നതും ഫസ്റ്റ് ടൈമാ. അത് ആക്ച്വലി ഇതൊക്കെ എന്റെ
ഇതൊക്കെ നമ്മുടെ ബോസിന് കുടുംബപരമായിട്ട് കിട്ടിയ പാരമ്പര്യ സ്വത്താ. ഇത്രയും സ്വത്തുള്ള ഒരാൾ എന്തുമാത്രം അഹങ്കരിക്കണം. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ ജാടയോ അഹങ്കാരമോ ഒന്നും തന്നെയില്ല. നമ്മുടെ നാടിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് തന്നെ. ബൈ ദ വേ, താൻ 1 to 100 കൗണ്ട് ചെയ്യാൻ മറന്നുപോയോ? താ അങ്ങോട്ട് നോക്ക്, നിന്റെ സ്ഥലമെത്തി. ആക്ച്വലി നിന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പൊ ഓഫീസുകാരെത്തും. ഇത്രയും പെട്ടെന്ന് എത്തിയോ? ട്രാഫിക്കിലാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും എടുക്കും. അതും കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാ കഥയും കഴിഞ്ഞിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി എയറില് ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വേഗം എത്തിയത്. സോറി, ഞാൻ നിങ്ങളുടെ പേര് ചോദിച്ചില്ല. ഞാൻ സീത. നിങ്ങൾ? സോറി, ഒന്നും തോന്നരുത്. എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള അനുവാദം എന്റെ ബോസ് ഇപ്പൊ എനിക്ക് തന്നിട്ടില്ല. ആഹാ, ആ സമയമായെന്ന് തോന്നുന്നു. ഓഫീസുകാർ അവിടെ വന്നെന്ന് തോന്നുന്നു. ശരി, ഞാൻ എന്നാ ചെല്ലട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഹെൽപ്പ് ഞാൻ എന്റെ ജന്മത്തിൽ മറക്കില്ല. ഇറ്റ്സ് ഓക്കെ. ഒന്നോട് നിന്നേ. നിന്റെ മകളോട് എന്റെ ബർത്ത്ഡേ വിഷസ് കൂടി പറയണം. ഷുവർ, താങ്ക് യു. വെൽക്കം. കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ. സീതാരാമ, ഓ സീതാരാമ. അയ്യോ, കേക്ക് റെഡി ആയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യണമല്ലോ. ബില്ല് എവിടെയത്? കാണുന്നില്ലല്ലോ. മാഡം എന്തെങ്കിലും വേണോ? ഒന്നുമില്ല സർ, ഇതിലൊരു ബില്ലുണ്ടായിരുന്നു, കാണുന്നില്ല ഇപ്പോ. ഹലോ സർ, ഒരു കേക്ക് ഓർഡർ ചെയ്തിരുന്നു. ബില്ല് കളഞ്ഞുപോയി. മൊബൈൽ നമ്പർ മതിയായിരിക്കുമല്ലോ അല്ലേ? ഇല്ല മാഡം, ഓർഡർ നമ്പർ വേണം. ഓർഡർ നമ്പർ അറിയില്ല സർ. ഓർഡർ നമ്പർ അറിയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ മാഡം. സർ, ഹലോ സോറി മാഡം. ഹലോ, കേക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെയാ സിഹിയോട് എന്ത് പറയും ഞാൻ? അല്ലല്ലല്ല, 99 ഒരു വട്ടം, 99 2 വട്ടം, 99 3 വട്ടം. സിഹിമോളെ, ഒരു 2 വട്ടം കൂടി, അപ്പോഴേക്കും അമ്മ ഇങ്ങെത്തും. 99 4 വട്ടം, 99 5 വട്ടം, 100. സിഹി, സീതാണ്ടി വന്നു. ഹായ് സീതമ്മ. സീതമ്മ വാ, കേക്ക് കട്ട് ചെയ്യാം. കേക്ക് എവിടെ? ഓ, കേക്ക് മറന്നുപോയെന്ന് പറഞ്ഞ് പറ്റിക്കാനാണോ? സിഹി, മാഡം, ഇവിടെ ഒരു സീതയാരാ? ഇവിടെ 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 ഇതാ സീതമ്മ. കേക്ക് വന്നു. ശ്രേയസ്, റെയിൻബോ കേക്ക് വന്നു. സീതമ്മ, റെയിൻബോ കേക്ക് വന്നു. നീ ഒരു സർപ്രൈസ് തന്നതാണല്ലേ. എന്റെ സീതമ്മ സൂപ്പറാ. ഒരു മിനിറ്റ്. ബില്ലില്ലാതെ കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പോ? അറിയില്ല മാഡം, എന്നോട് ഈ ഓർഡർ ഇവിടെ ഒന്ന് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. താങ്ക് യു മാഡം. ബില്ലില്ലാതെ കേക്ക് എങ്ങനെ? എന്നാലും ആരായിരിക്കും ഇത് അയച്ചത്? സീതമ്മ, വേഗം വാ, റെയിൻബോ കേക്ക് കട്ട് ചെയ്യാം. ഹാ, ഓഫീസിൽ നിന്ന് വരാനായിട്ട് ഇത്രയ്ക്ക് വൈകിയതെന്താ മോളെ? അയ്യോ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നത് തന്നെ വലിയ കഥയാച്ചാ. ഓഫീസിൽ നിന്ന് നേരെ ബോസിന്റെ വീട്ടിലേക്കാ പോയത്. അപ്പോ അത്രയും ദൂരത്തുനിന്ന് എങ്ങനെയാ വന്നത് സീത? മുത്തശ്ശ പറഞ്ഞില്ലായിരുന്നോ സീതമ്മ പറന്ന് വേഗം വരുമെന്ന്? അല്ലേ സീതമ്മ?
ശരിക്കും ഞാൻ പറന്നു തന്നെ അമ്മ വന്നത്. ഹെലികോപ്റ്ററിലാ വന്നേ. എന്ത്? ഹെലികോപ്റ്ററിൽ വന്നോ? Happy birthday to you. വർഷത്തിൽ ഒരു ദിവസമേ അവൾക്ക് കേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതും പേടിച്ച് പേടിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ലോകത്തൊരമ്മയ്ക്കും വരരുത്. ഹാപ്പി ബർത്ത്ഡേ ടു യു റാം. സീതമ്മ എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകും. സീതമ്മ കൊണ്ടുപോവാന്ന് മൂളി. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. പാവം സന്തോഷത്തോടെ കേക്ക് കഴിച്ചുറങ്ങി. കേക്ക് അയച്ചത് ആരാന്നറിഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറയാമായിരുന്നു. ഈ ചെറിയൊരു കഷ്ണം കേക്കിന്റെ പീസ് എനിക്ക് ഇത്രയധികം സന്തോഷം തരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുകുട്ടി എത്രയധികം ഹാപ്പി ആയിരിക്കും. എന്നെ പോലെ അവളും സന്തോഷിക്കട്ടെ. സീതാരാമ, ഓ സീതാരാമ.